ജീസസ് അതുകൊണ്ടാണ് പറയുന്നത് യോഹന്നാൻ 6:63 ഇഷ്ടമാണ്. ഫിലിപ്പിയർ 3:19 ഇഷ്ടം. വേണോ പരിശുദ്ധാര് അവയെ വേണോ? ഏത് വേണോ? ചിലർ മിണ്ടാതിരിക്കാം. പരിശുദ്ധാര് വരുമ്പോ 22 9 ഗുണങ്ങൾ കിട്ടും. പരിശുദ്ധാര് വരുമ്പോ അത് വേണോ? 2 കൊറിന്തോസ് 12:20 8 ഗുണങ്ങളുണ്ട്. അത് വേണോ? 22 ഗുണം വേണോ? 22 വേണം എന്നുള്ളത് കൈവക്കാം. ഈ 9 ഗുണങ്ങൾ കിട്ടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വരുന്നു. ഈ പരിശുദ്ധാരൂപിയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12:2 ഈ ആത്മാവ് വരുമ്പോഴാണ് അവ നമ്മ വഴക്കിടുമോ? ഉത്തരം പറയാൻ 14:17 ഭയങ്കര സന്തോഷമായിരിക്കും. അത് വന്നാൽ നാം വഴക്കിടുമോ? അസൂയപ്പെടുമോ? ഇല്ല. പ്രഭാഷകൻ 28 13-26 വരത്തില് പരിശുദ്ധാരൂപി വന്നാല് നാവിനെ നിയന്ത്രിക്കണം. നാവിനെ നിയന്ത്രിച്ചാല് സമാധാനം വന്നു. നാവിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പൂട്ട് താക്കോൽ മേടിച്ച് പൂട്ടണം. നാവിനെ നിയന്ത്രിച്ചാല് ശരീരത്തെ മുഴുവൻ നിയന്ത്രിച്ചു കഴിഞ്ഞെന്ന് യാക്കോബ് 1:26-27 വാക്യത്തിൽ. അവ നാവിന് അടക്കാൻ സാധിക്കും പരിശുദ്ധാരൂപി വരുമ്പോ. അല്ലെങ്കിൽ കലകലകലാന്ന് പറഞ്ഞ് ഒച്ചയും വഴക്കും എല്ലാം നടത്തും. വീട്ടില് അപ്പനെ അമ്മയും ഒന്ന് പറഞ്ഞാൽ മകള് 3 അങ്ങോട്ട് കൊടുക്കും. നാവിനെ നിയന്ത്രിച്ചാല് പരിശുദ്ധാരൂപി നമ്മൾ നല്ലത്. പരിശുദ്ധാരൂപി ദൈവത്തിന്റെ ദാനമാണ്. ജോയൽ 2:28-29 വാക്യത്തില് അവസാന നാളുകളില് ദൈവം എല്ലാവരിലും വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. യുവതികളിലും യുവാക്കളിലും വൃദ്ധന്മാരിലും കുഞ്ഞുങ്ങളിലും വൃദ്ധകളിലും എല്ലാവരിലും പരിശുദ്ധാരൂപി ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഈ പരിശുദ്ധാരൂപിയാണ് ഈശോ നമുക്ക് ചെന്ന് തന്നിരിക്കുന്ന വാഗ്ദാനം. ഈശോ ആദ്യം എടുത്ത പുസ്തകം തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61:1-4 വചനമാണ്. ഇതാണ് ഈശോ ആദ്യം വന്നെടുത്തത്. ലൂക്കാ 4:17-21 വചനമാണ്. ജെറൂസലേം നിവാസികൾക്ക് അപ്പോസ്തല പ്രവർത്തനം 2:17-21 വചനത്തില് മിസ്റ്റർ പത്രോസ് ജെറൂസലേം നിവാസികളോട് പറയുന്നത്, ഈ ആത്മാവാണ് ഈശോ അനേകരെ മാനസാന്തരപ്പെടുത്തുകയും രോഗശാന്തി കൊടുക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളുമെല്ലാം പ്രവർത്തിച്ച ആത്മാവ്. ഈ ആത്മാവാണ് നമുക്ക് എല്ലാവർക്കും ദൈവം തന്നിരിക്കുന്നത്. പാപത്തിൽ നിന്ന് വിട്ടുപോയില്ലെങ്കിൽ ഈ ആത്മാവിന് ദൈവം വർഷിക്കില്ല. അല്ലെങ്കിൽ നാനാവിയല്ല വരുന്നത് വേറെ ആവിയായിരിക്കും. ആ ആവിയാണ് പൊന്നിടക്കി ഇവിടെ കൊമ്പല്ലാനും. അതിനെ വേണോ? പരിശുദ്ധാരൂപി വേണോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42 ആ പരിശുദ്ധാരൂപി വരുമ്പോഴാണ്. നമുക്കെല്ലാം ഉണ്ടോ? 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 ഇല്ലയോ? ഇല്ലാതിരിക്കുകയാണ്. വേണോ? വേണ്ടയോ? അന്ന് കൈമൊക്കെ കൈമൊക്കെ പേടിയുള്ളവർക്ക് കിട്ടില്ല. പേടിയുടെ ആത്മാവാണ് റോമ 8:15 ഭയത്തിന്റെ ആത്മാവ്. അത് പോണം. പരിശുദ്ധാരൂപി വരുമ്പോ ഭയമെല്ലാം വിട്ടുപോകും. പേടിയുണ്ടാവുമോ? ഒന്നിനെ ഭയപ്പെടില്ല. പരിശുദ്ധാരൂപി വന്നാൽ 2 തിമോത്തി 1:7 പരിശുദ്ധാരൂപി ഇല്ലാത്തത് കൊണ്ടാണ് വഴക്കിടാൻ ചെല്ലുന്നത്. ആ യെശയ്യാ പ്രവാചകന്റെ വായിക്കുക 42 1-9 വരെയുള്ള വചനത്തില് കർത്താവിന്റെ ദാസൻ നാം ഓരോരുത്തരാണ്. കർത്താവിന്റെ ദാസൻ ദാസി. പരിശുദ്ധാരൂപി വരുമ്പോഴ് നാം ഓരോരുത്തരും കർത്താവിന്റെ ദാസൻ ദാസികളായി മാറും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49-ാം അധ്യായത്തില് 1-7 വരെയുള്ള വചനത്തില് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴ് പരിശുദ്ധാരൂപി വരുന്നു. ഇതുകൊണ്ടാണ് മിസ്റ്റർ പത്രോസ് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴ് പരിശുദ്ധാരൂപി എല്ലാവരിലും നിറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരിലും ദൈവം കൊടുക്കും. ജാതി മതം ഒന്നുമില്ല. പരിശുദ്ധാരൂപി വരുമ്പോൾ നാം ശക്തി പ്രാപിക്കും. അത് അപ്പോസ്തലർ 1:8 പറയുന്നത്. പരിശുദ്ധാരൂപി ഇല്ലാത്തവരാണ് നല്ലോണം ഉറങ്ങണത് തൂക്കം വലിച്ച്. പരിശുദ്ധാരൂപി വരുമ്പോൾ സന്തോഷവും ആനന്ദവും കേൾക്കാനുള്ള താല്പര്യവും വരും. വചനം ഈശോയാണ്. വെളിപാട് 19:13 കേൾക്കുമ്പോൾ നമുക്ക്
മനസ്സിന് മാറ്റം വരുന്നു, പുതിയ ജീവൻ വരുന്നു, പുതിയ ധൈര്യം വരുന്നു, ജ്ഞാനം വരുന്നു, അറിവ് വരുന്നു, ദൈവഭക്തി വരുന്നു, ദൈവശക്തി വരുന്നു, ദൈവസ്നേഹം വരുന്നു, ഉപദേശിക്തന്റെ ആത്മാവും എന്നെ തരുന്നു. പ്രവാചകന്റെ പുസ്തകത്തിൽ അല്പല്ല 4 തൊട്ട് 11 വനത്തില് കർത്താവിന്റെ ദാസനും ദാസിത്വവും എങ്ങനെയാണ് ഉണ്ടായിരിക്കേണ്ടത്? നമുക്ക് ദാസനും ദാസിയാകാൻ ഇഷ്ടമാണ്, വേണ്ട. പിന്നെ വേറെ ആരുടെ ദാസിയും ദാസനാകാനാണ് ഇഷ്ടം? ഒച്ചത്തിൽ പരിശുദ്ധായി വരുമ്പോൾ കുടുംബത്തിൽ സമാധാനം വന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുമോ? ഭാര്യയും ഭർത്താവും 2 ആണോ 1 ആണോ? 1 2 ചില വീട്ടിൽ 2 ആണ്, ചില വീട്ടിൽ 1 ആണ്. ഉൽപ്പത്തി 2:24, മത്തായി 19:5, എഫെസോസ് 5:31. 1 ആണോ 2 ആണോ? 1. ആദം ഉറങ്ങിക്കിടന്നപ്പോഴാണ് ദൈവം ഹവ്വയെ ആദത്തിന്റെ ഭാര്യയിൽ നിന്ന് എടുത്തത്. ഉൽപ്പത്തി 2:21 തൊട്ട് 25 വനത്തില് 21 25. അപ്പൊ ഭാര്യ ഭർത്താവ് പറയുന്നത് കേൾക്കണോ വേണ്ടയോ? വേണ്ടയോ? ചിലര് മിണ്ടാതിരിക്കുക. ഇത് തമിഴ്നാട്ടില് വിപരീതമാണ് കാണുന്നത്. 1 പത്രോസ് 3:1, എഫെസോസ് 5:22. അവർ 2 ഒന്നാണ് പരിശുദ്ധായി വരുമ്പോഴ്. അപ്പൊ ഭാര്യയല്ലായ സ്ത്രീ, ഭാര്യ വീണ് പോയാൽ ഭർത്താവ് താഴെ കിടക്കും. ഭർത്താവിന്റെ ഭാര്യ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഭാര്യ ഇല്ലെങ്കിൽ ഭർത്താവ് താഴെ പോകില്ല. നടക്കാൻ പറ്റുമോ? അപ്പൊ ഭാര്യയിൽ നല്ല ശക്തിയായി നിൽക്കണം, കുടുംബം ശരിയായി നിൽക്കണം. അങ്ങനെ ഇഷ്ടമാണ് കുടുംബം ശരിയായി നിൽക്കുക. കുടുംബം ശരിയായാൽ എല്ലാം ശരിയായി. അപ്പോൾ മക്കള് അപ്പനെ അമ്മയെ മനസ്സിലാക്കി. ഇതുകൊണ്ടാണ് പരിശുദ്ധായി വരുമ്പോൾ പ്രഭാഷകൻ 3 1 തൊട്ട് 14 വനത്തില് അത് യഥാർത്ഥത്തിൽ ഒരു സാക്രിമെന്റ്സ് തന്നെയാണ്. മക്കൾ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. പ്രവചനമാണ് കേട്ടത്. പരിശുദ്ധായി നമുക്ക് ലഭിക്കുവാനായി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഹൃദയം ഈശോയിൽ കൊടുത്ത് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നിങ്ങളുടെ ആത്മാവും ശരീരവും മനസ്സും ഹൃദയവും ഈശോയ്ക്ക് കൊടുത്ത് ആ പരിശുദ്ധായി വരുവാൻ നിശബ്ദമായി കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈശോയെ ഈ നിമിഷം എല്ലാവരും പരിശുദ്ധായി വർഷിക്കണമേ. എല്ലാ ബഹളത്തിൽ നിന്നും എല്ലാ പാപത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ പഴയ പാപങ്ങളെല്ലാം മാപ്പ് തന്ന് അർപ്പിച്ചു കളയണമേ. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ വലിയ പാപികളായിരുന്നു. അങ്ങയുടെ കടം ലഭിച്ചപ്പോൾ ഞങ്ങൾ രക്ഷപ്പെടാതിരിക്കും. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളോട് അയക്കണം. ഞങ്ങൾ കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച് നിശബ്ദരായി നിൽക്കുന്നു. ഈ സമയം എല്ലാവരും കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തി കൈകളെ കൂപ്പി നെഞ്ചോട് കൂപ്പി ആ ദിവസമൊക്കെ പ്രാർത്ഥന നടത്തുക. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ ഹൃദയത്തിനേറ്റിരിക്കുന്ന മുറിവുകളെല്ലാം, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കിട്ടിയിരിക്കുന്ന എല്ലാ ആന്തരിക മുറിവുകളും, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മുറിവുകൾ, ചെറുപ്പകാലത്ത് സ്നേഹം കിട്ടാത്ത അവസ്ഥ, നാം വിശ്വസിച്ചവരെ നമ്മെ ചതിച്ച അവസ്ഥ, നമ്മുടെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടാത്ത സ്നേഹ അവസ്ഥ, അമ്മയുടെ വയറ്റിലായിരുന്നപ്പോൾ കിട്ടാത്ത സ്നേഹത്തിന്റെ അവസ്ഥ, അനേക ദുഃഖങ്ങളും പ്രയാസങ്ങൾ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അവസ്ഥ, ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന അവസ്ഥ, പട്ടിണിയും ദാരിദ്ര്യം അനുഭവിച്ച അവസ്ഥ, കടബാധ്യതകൾ മുങ്ങിയിരുന്ന അവസ്ഥ, പല ദുസ്വഭാവങ്ങൾക്കും അടിമയായിരുന്ന അവസ്ഥകൾ, പല പാപത്തിനും അടിമയായിരുന്ന അവസ്ഥകൾ, സ്വവർഗം സ്വയംഭോഗം മുതലായ പാപങ്ങൾക്ക് അടിമയായിരുന്ന അവസ്ഥകൾ, മദ്യപാനവും പുകവലിയും അതുപോലെയുള്ള അനേക ദുശീലങ്ങൾക്ക് അടിമയായിരുന്ന അവസ്ഥകൾ, ചെറുപ്പകാലത്ത് പലരിൽ നിന്ന് കിട്ടിയ പ്രഹരങ്ങളും പ്രയാസങ്ങളും നമ്മെ ദുരുപയോഗപ്പെടുത്തിയ അവസ്ഥകൾ, ഈ എല്ലാ അവസ്ഥയിൽ നിന്നും ഈശോ നമുക്ക് ആത്മീയ സൗഖ്യം തരുന്ന, ആത്മീയ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണിത്. സൗഖ്യദായകനായ ഈശോയെ, ജ്ഞാനം 16:12 നല്ലവനായ ദൈവമേ,
നമ്മൾ കുടികൊള്ളുന്നതായ ആന്തരിക മുറിവുകളെ, നമ്മിൽ നിലനിൽക്കുന്ന ശാരീരിക രോഗങ്ങളെ, എല്ലാ അസ്വസ്ഥതകളെയും, എല്ലാ നിരാശകളെയും, എല്ലാ മനക്ലേശങ്ങളെയും തന്റെ കരസ്പർശനത്താൽ ഈശോ സൗഖ്യമാക്കുന്ന സമയമാണിപ്പോൾ. അതിനായി നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. നമ്മെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് കടന്നു ചെല്ലാം. നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നതായ അസ്വസ്ഥതകൾ, അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അവയിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും തന്നെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരവസരത്തിൽ, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഹൃദയത്തിനോ മനസ്സിനോ മുറിവേൽക്കപ്പെട്ട നിലയിലാണോ, വ്യക്തികളാണോ നമ്മൾ ഓരോരുത്തരും. ആ മുറികളിൽ നിന്ന് നമ്മെ ഒരുപക്ഷെ നിരന്തരമായി മാനസിക അസ്വസ്ഥകൾ അനുഭവിക്കുന്നവരാക്കിയിരിക്കുകയാണോ, അതുവഴി ശാരീരിക രോഗങ്ങളിലോട്ട് നമ്മളെ തള്ളിയിരിക്കുകയാണോ, തീരാവാ വ്യാധികളാണോ നമുക്ക് ഈശോയെ, സൗഖ്യദാന ഈശോയെ, തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തിയ ഈശോയെ, കുരുടന് കാഴ്ച ശക്തിയും ചെകിടന് കേൾവി ശക്തിയും കൊടുത്ത ഈശോയെ, കുഷ്ഠരോഗികൾക്ക് പരിപൂർണ സൗഖ്യവും രക്തസ്രാവക്കാരിക്ക് രോഗശാന്തി നൽകിയ ഈശോയെ, നമ്മെ ഓരോരുത്തരെയും സ്പർശിച്ചുകൊണ്ട് നമ്മളിലേക്ക് കടന്നു വരണമേ, നമ്മെ സൗഖ്യപ്പെടുത്തണമേ. ഈശോയെ, ഇതിലെല്ലാം പ്രവർത്തിച്ചത് അവരുണ്ടായിരുന്ന പരിപൂർണ വിശ്വാസം കാരണത്താലായിരുന്നല്ലോ. ഇന്ന് നമ്മോടും ഈശോ അരുളി ചെയ്യുന്നു, അവിശ്വാസികളാകാതെ വിശ്വാസികളായിരിക്കുക. അതിനാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ വേണ്ടി കാത്തിരിക്കാതെ നമുക്ക് ഏക സത്യദൈവത്തെ ഉറച്ചു വിശ്വസിക്കാം. യേശു ദൈവപുത്രനാണെന്ന് നമുക്ക് ഏറ്റു പറയാം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമുക്ക് ഈ വചനത്തെ മുറുകെ പിടിക്കാം. ഈ സമയം കരങ്ങൾ കൂപ്പി, കണ്ണുകളടച്ച് ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. സ്നേഹപിതാവുമായി ഒന്നുചേരാം. എല്ലാ വിധത്തിലുള്ള ലൗകിക ചിന്തകളിൽ നിന്നും നമുക്ക് മോചിക്കാം. ദൈവപുത്രനായ ഈശോയെ, സൗഖ്യദായകനായ യേശുവേ, സ്നേഹം മാത്രമായ ദൈവപുത്രനായ ഈശോയെ, ഈ സമയം ഞങ്ങളെ സ്പർശിക്കണമേ. ഈ സ്പർശത്തിൽ അവിടെ നിന്ന് അങ്ങയുടെ കുരിശിൽ നിന്ന് ചിന്തിയ രക്തം മൂലം നമ്മുടെ ഹൃദയത്തിലെ ഉണങ്ങാത്ത മുറിവുകളെ, മുറിവുകളെ സൗഖ്യമാക്കണമേ. തകർച്ചയുടെ ഓർമ്മകളെ, അസ്വസ്ഥതകളും പ്രയാസങ്ങളും തുടച്ചു മാറ്റണമേ. അതുവഴി നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ ശാരീരിക രോഗങ്ങളും, ഹൃദയത്തിനൊപ്പമുള്ള പ്രയാസങ്ങളെയും, ഈ തലയിലുള്ള വേദനകളെയും നമ്മിൽ നിന്ന് എടുത്തു മാറ്റണമേ. വിശ്വാസികളെ ഈ സമൂഹത്തിൽ ഈശോയെ എഴുന്നള്ളണമേ. മാലാഖമാർ, വിശുദ്ധന്മാർ, ദൈവദൂതന്മാർ എല്ലാം നമുക്ക് കാവലായി ചുറ്റുമുണ്ടായിരിക്കണമേ. സങ്കീർത്തനം 34:7 പറയുന്നു, ദൈവദൂതന്മാർ അവിടുത്തെ ഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. ഈ സമയം നമുക്ക് സ്വയം ആത്മപരിശോധന ചെയ്യാം. ചിന്തിക്കുക, ധ്യാനിക്കുക. എന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും അവസ്ഥയിൽ ഉണ്ടായ മുറിവുകളല്ലേ ഇന്നെന്നെ പലവിധ അസ്വസ്ഥകളായി, കുറ്റബോധവും ഉത്കണ്ഠകളും ആവലുമായി നിലനിന്ന് എന്നെ നിരാശയിലേക്കും ഇൻസെക്യൂരിറ്റിയിലേക്കും മാനസികമായും ശാരീരികമായും ഒരു തീരാരോഗ്യ ആയിരിക്കുകയാണല്ലോ. ഈ മുറികൾ ഒരുപക്ഷെ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഗുരുവായ നിമിഷത്തിലോ, ഗർഭാവസ്ഥയിൽ ഞാൻ വളർച്ച പ്രാപിച്ചു കൊണ്ടിരുന്നപ്പോഴോ, ശിശുപ്രായത്തിലോ, ബാല്യത്തിലോ, കൗമാരത്തിലോ, യുവത്വത്തിലോ, വിവാഹ ജീവിതത്തിലോ, വാർദ്ധക്യത്തിലോ, എന്റെ കുടുംബത്തിൽ നിന്നോ, ബന്ധുക്കളിൽ നിന്നോ, സഹപാഠികളിൽ നിന്നോ, അധ്യാപകരിൽ നിന്നോ, സ്നേഹിതരിൽ നിന്നോ, സമൂഹത്തിൽ നിന്നോ ലഭിച്ചവയായിരിക്കാം. എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ, നമ്മുടെ പ്രയാസങ്ങളുടെ, ആകുലപ്രവർത്തനങ്ങളുടെ, രോഗങ്ങളുടെ കാരണങ്ങൾ കാണിച്ചു തരുവാൻ നമുക്ക് ക്രൂശിതനായ യേശുവിനോട് നമുക്ക് അപേക്ഷിക്കാം. ഓരോരുത്തരും കണ്ണുകളടച്ച് ക്രൂശിതരവും മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും സ്നേഹം ലഭിക്കുന്നില്ല എന്ന് തോന്നൽ എന്നിലുണ്ടോ? ഞാൻ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ എന്റെ മാതാപിതാക്കളായിരിക്കാം, മക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, സ്നേഹിതരായിരിക്കാം. ഞാൻ സ്നേഹിക്കപ്പെടുവാൻ ആഗ്രഹിച്ച നിമിഷങ്ങളിൽ അതെനിക്ക് നഷ്ടപ്പെടാതിരുന്നാൽ എന്റെ ഹൃദയത്തിന് മുറിവേറ്റ അവസ്ഥയിലാണോ ഇന്ന് ഞാൻ?
എന്റെ ഈശോയെ, സ്നേഹം മാത്രമായി അങ്ങയെ മറന്നുകൊണ്ട് ഈ ലോകത്തിൻ്റെതായ സ്നേഹത്തിനോട് ഞാൻ ഓടിയപ്പോഴും